അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ, എന്നിട്ട് എന്തിനായിരിക്കും അവർ പിരിഞ്ഞത്? ചില ഡിവോഴ്സ് ന്യൂസസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറില്ലേ, പരസ്പര സ്നേഹം ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ചില ബന്ധങ്ങൾ തകർന്നു പോകുന്നത്? ഒരുമിച്ച് ജീവിക്കാൻ സ്നേഹം മാത്രം മതിയോ? ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ അവിടെ സ്നേഹം മാത്രം പോരാ, പരസ്പര വിശ്വാസം, ബഹുമാനം, കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ സേഫ്റ്റി, അതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിച്ച് അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ വേണം. ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഫാക്ടേഴ്സാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആബ്സെന്റ് ആണെങ്കിൽ പോലും അത് ആ ഒരു റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഒരു ബന്ധം തുടങ്ങാൻ അവിടെ സ്നേഹം മാത്രമേ, പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ടായിരിക്കണം. എന്ത് കാര്യവും തുറന്നു പറയാനും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും തെറ്റുകൾ ഏറ്റു പറയാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് താനെ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല, അത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ആളുകൾ നേരിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ക്ലിനിക്കിലാണെങ്കിലും അതേപോലെ ഓൺലൈനിലാണെങ്കിലും ഒക്കെ ഇതിനെ കുറിച്ചുള്ള എൻക്വയറീസ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നുള്ളത് കമന്റ് ചെയ്യും. നമുക്ക് കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ച് സംസാരിക്കാം. നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.